ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും പറ്റിയൊരു ടിപ്പാണ്, എല്ലാവർക്കും അടുക്കളയിലേക്ക് പറ്റിയൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും അറിയാൻ മതി, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരും ഇവിടെ ചിക്കൻ കറി വെക്കുന്ന സമയത്തായാലും മീൻ കറി വെക്കുന്ന സമയത്തായാലും മീൻ പൊരിക്കുമ്പോഴായാലും ചിക്കൻ പൊരിക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ച്. ഓരോ കറികളും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുക. ഇത് പെട്ടെന്ന് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണത്. അപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് എടുത്തത്. നല്ലോണം തോലൊക്കെ പോക്കിയിട്ട് കഴുകി നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ, നനവ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇനി ഇതാ ഇഞ്ചിയാണ് എടുത്തത്. ഇഞ്ചി 300 ഗ്രാമാണ്. ഇതും നല്ലോണം തോലൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി വെച്ചാണ്, നനവില്ലാതെ വെള്ളമൊക്കെ പോക്കിയിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇടാം. 2 കിലോ ഇട്ടിട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കാൻ പാടില്ല, ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ തീരെ കളറ് മാറില്ല കേട്ടോ. കുറേ കാലങ്ങളോ ആ കളറിൽ തന്നെ നിൽക്കും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആക്കി വെക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കി വെക്കരുത്, മറ്റേ ഗ്ലാസിൻ്റെ ബൗളിലാക്കണേ. എന്നാലേ ഉള്ളത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. എയർ ടൈറ്റുള്ള ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ബൈ.